ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും ബിസിനസിനെ ബാധിക്കാത്ത തരത്തിൽ കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പക്ക പ്രൊഫഷണലാണ്, നിങ്ങൾ ഡയമണ്ട് ആണ്, നിങ്ങൾ ITC ആണ്, നിങ്ങൾക്ക് 2,10,000 എല്ലാ ആഴ്ചയും ഒരു വർഷം. മറിച്ച് വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് കുളിച്ചില്ല, അതുകൊണ്ട് സമയത്ത് വരാൻ പറ്റിയില്ല, അപ്പലേ വന്നില്ല, ഇവിടെ വന്നാൽ അയാൾക്ക് മീറ്റിംഗ് ഉണ്ടോ എന്ന് ഉറപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി. പ്രൊഫഷണൽ ആയ ഒരു വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ ബിസിനസ്സുമായി കണക്ട് ചെയ്യത്തില്ല. അവരെന്തും രാവിലെ മക്കളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് 9 മണിക്കും 10 മണിക്കും വർക്കിന് പോകാൻ നിൽക്കുന്നവരല്ല. അവർ മക്കളെ ആക്കാൻ ഒരു ഓട്ടോറിക്ഷ വിളിക്കും, അതിനകത്തോട്ട് മാസം 10,000-2,000 ഓട്ടോക്കാരെ കൊടുക്കും, പിള്ളേരെ കൊണ്ട് രാവിലെ ഓട്ടോ പോകും, നമ്മൾ 6:30 ഫീൽഡിൽ പോകും. എസ് ഓർണോ? എൻ്റെ വീട്ടിലുണ്ട് 4 മക്കൾ, എനിക്ക് 2 ചേട്ടനുണ്ട്. ഇവർ പഠിക്കുന്നില്ല, ഇവരും പഠിക്കുന്നുണ്ട്. ഇവരെ ഞങ്ങൾ വണ്ടി കയറ്റി വിടും. എൻ്റെ പണി ആ 6 മുതൽ 9 മണി വരെയുള്ള സമയം ഫീൽഡിൽ പ്രവർത്തിക്കാൻ ഞാൻ ഉപയോഗിക്കും. ഭാര്യമാർ അറിവില്ലാത്തവരാ പല വീടുകളിലും. എൻ്റെ വീടിന് തുടക്കത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് അറിവ് കുറവായിരുന്നു. അവൾ എന്നോട് പറയും, പിള്ളേരെ കൊണ്ട് വിട്ടിട്ട് വർക്കിന് പോയാൽ മതി. ഇത് കൂടിയപ്പോൾ ഞാൻ കൊണ്ടൊരു മീറ്റിംഗ് കേൾപ്പിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇനി മേലെ പിള്ളേരെ കൊണ്ട് പോയേക്കരുത്, നിങ്ങൾ വർക്കിന് പോകണം, പിള്ളേരെ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം. അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. രാവിലെ ഭാര്യമാരെല്ലാം കിച്ചണിൽ കയറും. നമുക്ക് കയറിയ കുഴപ്പമൊന്നുമില്ല, 2 ചപ്പാത്തി വരത്തിയെന്നും പറഞ്ഞ് കയ്യിലെ വളയൊന്നും ഊരിപ്പോത്തില്ല. ഡയമണ്ടായിട്ട് ഞാൻ ഇപ്പോഴും വരുന്നുണ്ടല്ലോ. സഹായിക്കണം സാർ, സഹായിച്ചാലേ അവർ നമ്മളെ തിരിച്ചും സഹായിക്കത്തുള്ളൂ. ആ രീതിയിലോട്ട് കൂട്ടുത്തരവാദിത്വത്തോടെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന കുടുംബത്തെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. ഹലോ, ഞങ്ങൾ പറയും 3 മുട്ട നിങ്ങളുടെ കയ്യിലുണ്ട്, 3 പൊട്ടാതെ സൂക്ഷിച്ചു നടക്കണം എന്ന് പറയും. എന്തൊക്കെയാ 3 മുട്ട? 1 നിങ്ങളുടെ കുടുംബം, 2 നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ, 3 മൈലേജ് ടൈം. ഇത് 3 പൊട്ടാതെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിൽ നിങ്ങൾ സമയം ക്രമീകരിക്കണം. അത് അറേഞ്ച് ചെയ്തിറങ്ങിയാൽ പിന്നീടുള്ള ഒന്നും ഒരു തടസ്സമല്ല. പിന്നീട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. എത്ര വേണം സമയം നിങ്ങൾക്ക് കണ്ടെത്താം, എത്ര വേണം വരുമാനം നിങ്ങൾക്ക് വരും. പണം ജീവിതത്തിൽ ഒരു വില്ലനാവത്തേ ഇല്ല. ഇന്നത്തെ ഏറ്റവും വലിയ വില്ലൻ അവനാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർക്കാൻ ഈ ബിസിനസ്സിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഒരു സ്പെഷ്യൽ റെക്കഗ്നീഷൻ കൂടെ എനിക്ക് നടത്തേണ്ടതുണ്ട്.